ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഇന്ന് പതിവ് പോലെ ചന്തയിലോട്ട് തന്നെ വന്നിരിക്കുക. നമ്മൾ സ്ഥിരം പോണ ചന്ത, നമ്മൾ വട്ടിയൂർക്കാവ് ചന്ത. അതായത് നമ്മൾ മീൻ വാങ്ങിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. പക്ഷേ മീനൊന്നും എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ചേട്ടന് കൊഞ്ച് വേണമെന്നും പറയണം. നമ്മൾ ചന്തയിലോട്ട് വന്നു. പക്ഷേ ചന്തയിലോട്ട് വന്ന കൊഞ്ചൊന്നും ഇല്ലായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ബീഫ് വാങ്ങിക്കുന്ന കടയിൽ നിന്ന് ആ മാമൻ്റെ തന്നെ ബീഫ് ഒന്ന് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. ആദ്യം കൂടെ ഞാൻ അവിടെ ഒന്ന് ഓടി തിമിർത്ത് ഒരു പരുവായി കേട്ടോ. അങ്ങനെ മാമനോട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ച് ബീഫ് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വട്ടിയൂർക്കാവ് ചന്ത പറഞ്ഞാൽ എന്തായാലും ഉറപ്പായിട്ട് ഈ മാമൻ്റെ കടയിൽ നിന്ന് തന്നെ ബീഫ് വാങ്ങിക്കണം കേട്ടോ. നല്ല ലാഭത്തിന് നമ്മൾ പറയുന്ന പീസ് തന്നെ മാമ വെട്ടിയിട്ട് തരും. ആദ്യം കൂടെ അവിടെ കൂടെ ഭയങ്കര അലമ്പ്. ആദ്യം കൂടെ അവിടെ കാക്കയെ കണ്ടിട്ടാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുകയായിരുന്നു. നമ്മൾ കുറച്ച് എല്ലൊക്കെ ചോദിച്ചിട്ടുണ്ട്, എല്ലൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ കരൾ എനിക്ക് വലിയ താല്പര്യമില്ല. പ്രവീണനാണ് കരളിനോട് താല്പര്യം. അങ്ങനെ കരൾ വേണമെന്നൊക്കെ ചോദിക്കുകയാണ്. അങ്ങനെ കരൾ വേണം. കരളും അതിൻ്റെ കൂടെ വെട്ടി പറക്കിയിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ആദ്യം കൂടാണ് തോന്നുന്നത് അതിൻ്റെ വിളയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടോ ഒക്കെ ആയിരുന്നേ. പിന്നെ ഞാൻ വീഡിയോ ഇട്ട് വോയിസ് ഓവർ ചെയ്യുന്ന വേറെ ഒന്നും കൊണ്ടല്ല, അതിൽ വീഡിയോയിൽ വോയിസ് വളരെ കുറവാണ്. അതുകൊണ്ടാണ് വോയിസ് ഓവർ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ കൊഞ്ച് വാങ്ങിച്ച് ഫ്രൈ ചെയ്യാനുള്ള പ്ലാനിലായിരുന്നു നമ്മൾ ചന്തയിലോട്ട് വന്നത്. പക്ഷേ കൊഞ്ച് പോയിട്ടൊരു മഞ്ച് പോലും ഇല്ല ചന്തയിൽ. ആദ്യം കൂടാണ് ഇവിടെ കാക്കേനെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്ത് സാധനം എന്നും പറഞ്ഞ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ബീഫൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് ഹാപ്പി ആയിട്ട് വെളിയിലോട്ടൊക്കെ ഇറങ്ങി കേട്ടെ. പിന്നെ അടുത്ത് നമുക്ക് പോകേണ്ട കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിൽ കുറച്ച് വേറെ അല്ലാതെ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടായിരുന്നു. അവനെ ആദ്യക്കുട്ടാണ് അവിടെ നിന്ന് വിളിച്ചിട്ട് വരണമില്ല. അവൻ ഒരു തരത്തിലാണ് അവിടെ നിന്ന് വിളിച്ചുകൊണ്ട് പോകാൻ പറ്റുന്ന പാട്. അവനാണെങ്കിൽ അവിടെ നിന്ന് എന്തൊക്കെയോ കാര്യമായിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമൊന്നുമില്ല. ഇതാണ് നമ്മുടെ വട്ടിയൂർക്കാവ് ചന്തടി. ഇവിടെയാണ് മീൻ സെക്ഷൻ. അതിൻ്റെ ഓപ്പോസിറ്റാണ് ബീഫിൻ്റെത്. അവിടെ നിന്ന് ഒരു തരത്തിൽ ആദ്യകൂടിനൊക്കെ എടുത്ത് നമ്മൾ വീണ്ടും കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലോട്ട് ഇട്ട് വട്ടിയൂർക്കാവുള്ള കുന്നിൽ ഹൈപ്പർ മാർക്കറ്റിലോട്ട്. ഇവിടെ എത്തിന് പാലം തപ്പിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവിടെയും പണി. ഇവിടെ എല്ലാം വലിച്ചു വാരി എറിഞ്ഞിട്ട് ഇതെന്തോ സാധനം നമ്മൾ നോട്ടമായിരുന്നു എൻ്റെ മെയിൻ ജോലി. ഞാനൊരു പാല് തപ്പുന്ന കോലാഹലമാണ് നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആരും മേടിക്കേണ്ടത് വീടിക്ക് പറ്റിയ പത്തൊന്നുമല്ല. ഞാനൊരു പാല് തപ്പിയത് കേട്ടോ. അപ്പം ഇനി അടുത്ത് നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പർച്ചേസിങ് കൂടെ അതിന് നേരെ വീട്ടിലോട്ട് പോകണം കേട്ടോ. എന്താ പ്രവീണിയുടെ എന്തൊക്കെ കാര്യമായിട്ട് നോക്കുന്നു. ഇവിടെ വേറെ പണി നടക്കുന്നത്. പിന്നീട് ഇത് എന്നെ പഠിച്ച ടീച്ചറാണ്. ടീച്ചറിൻ്റെ പേര് പൊന്നമ്മ. ടീച്ചറുടെ മോനും ഉണ്ട്. ടീച്ചറുടെ മോനും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ചേട്ടൻ്റെ പേര് നാക്കി. ഈ ചേട്ടൻ രണ്ടുപേരും എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പ്രവീണയുടെ എന്താ ബീഫ് കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കിൽ വാവാവോ കേൾക്കണത് എൻ്റെ കൊച്ചിനെ അമ്മ ഉറക്കണേണ്.
ബീഫ് വയ്ക്കാൻ പോകുന്നത്. റെസിപ്പി ഒന്നും എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഇടയ്ക്ക് എന്തോ ഇട്ടിട്ടുണ്ടെന്നോ അല്ല, ബീഫ് വയ്ക്കണല്ലോ, ചിക്കൻ വയ്ക്കണേൻ്റെ റെസിപ്പി ഇട്ടിട്ടുള്ള ഞാൻ ആണെന്ന് തോന്നുന്നു. എന്തിൻ്റെ റെസിപ്പി ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്തായാലും കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണണേ. ഇത്തിരി വേവാൻ വയ്ക്കാം ബീഫ് ഇത്തിരി. അങ്ങനെ ബീഫിൻ്റെ കറിയാക്കാൻ വേണ്ടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളക് പൊടിയല്ല കുരുമുളക് പൊടിയാണ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയിട്ട് നല്ല ഊഴൽ ഞരടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കുക്കറിൽ വേവാൻ വെക്കണം. നിങ്ങൾ വിചാരിക്കുന്നത് നൈറ്റിലേക്ക് തള്ള കഴിയുമ്പോൾ കുറച്ചുകൂടെ കാറ്റ് കേരളത്തിൽ ഇതും കംഫർട്ടബിൾ ഇതുമാണ് പാചകം ചെയ്യാൻ. അപ്പം ഞാൻ പോയി പാചകം ചെയ്തിട്ട് വരാം. ഈ പാത്രം കഴുകാന്നുള്ളത് ഇതിന് മാത്രമേ വീട്ടിലുണ്ടാകുന്നവർ ചിന്തിച്ചിരുന്നു. ബീഫൊക്കെ സെറ്റായതിനു ശേഷമാണ് കപ്പ ഇല്ലല്ലോ എന്ന് വിചാരിച്ചു. കപ്പയുടെ ഒരു കുറവും കൂടെ ഉണ്ട്. പിന്നെ കപ്പ തിന്നാൻ എല്ലാവർക്കും ഒരു തോര. അങ്ങനെ നേരെ ചേട്ടൻ പോയി വീണ്ടും കപ്പ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അതിനെ വെട്ടി വൃത്തിയാക്കി ഫുഡൊക്കെ കഴിക്കാൻ നേരമായത് ഏകദേശമൊക്കെ ഒരു 3-3:30-3:45 ആവും. അപ്പോൾ ഉച്ചയ്ക്കത്തെ ചോറ് ഇനി വൈകിട്ട് കഴിച്ചിട്ട് ഇനി കയറി കിടന്ന് ഉറങ്ങിയാൽ പോരെന്നൊരു ഞാനൊക്കെ ചിന്തിച്ചു പോയി. എല്ലാം കഴിഞ്ഞപ്പോൾ സമയം 3 അപ്പം ഞാൻ ചോറുണ്ണാൻ പോവേണേ എന്നൊക്കെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ടാറ്റാ.